തന്നെ വഴിയൊരുക്കി. നാളുകളായി നിലനിന്നിരുന്ന പ്രശ്നത്തിന് നിരവധി തവണ ഒത്തുതീർപ്പുകൾ നടന്നിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിലായി നടന്ന ഒത്തുതീർപ്പ് സംഭാഷണ നാളിൽ ബലിപെരുന്നാൾ കഴിഞ്ഞ് വീണ്ടും ചർച്ച നടത്താം എന്നും പറഞ്ഞിരുന്നതാണെന്ന് പറയുന്നു. എന്നാൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇരുവിഭാഗവും തമ്മിൽ വീണ്ടും സംഘർഷമുണ്ടായതായി പറയുന്നു. ഇതിനെ ചൊല്ലി തിരിച്ചും മറിച്ചും പോർവിളികളും തർക്കങ്ങളും നടന്നിരുന്നു. ഏറ്റവും ഒടുവിൽ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തതോടെ കാര്യങ്ങൾ വഷളാകുകയാണുണ്ടായത്. നേതാവിനെ ആക്രമിച്ച സംഭവം അറിഞ്ഞ ഒരു സംഘം പ്രദേശത്തെ സംഘർഷത്തിൽ മുക്കുകയാണ് ചെയ്തത്. ഒരു സംഘം നേരെ പോയത് പടുവിൽ കോയക്കുട്ടി ഹാജിയുടെ മക്കളായ ഹമീദും ഹൈദറും താമസിക്കുന്ന വീട്ടിലേക്കായിരുന്നു. വീടിനു മുന്നിലെ ഗേറ്റിൽ തുടങ്ങി അകത്ത് കയറി പൂച്ചട്ടികൾ എറിഞ്ഞുടച്ചു, ജനൽച്ചില്ലകൾ എറിഞ്ഞു തകർത്തു. പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കുകൾ തല്ലി തകർക്കുകയും വലിച്ചിഴിച്ച് ഗേറ്റിനടുത്തെത്തിച്ച് നാശമാക്കുകയും ചെയ്തു. ഈ സമയം വീട്ടിലുണ്ടായിരുന്നവർ കതകടച്ച് കുറ്റിയിട്ട് വീടിനകത്ത് തന്നെ ഒതുങ്ങിക്കൂടിയിരുന്നു. പോലീസിന്റെ കാവൽ പുറത്തുണ്ടായിട്ട് പോലും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്നവരായാണ് കാണപ്പെട്ടത്. എറിഞ്ഞുടിച്ച ചില്ലുകൾക്കിടയിലൂടെയാണ് അവർ പുറത്തുള്ളവരുമായി സംസാരിച്ചത്. ആര്യമ്പാവിലെ സംഭവത്തിൽ CPM-ന് പങ്കില്ലെന്ന് ചന്ദ്രശേഖരൻ. അക്രമം നടക്കുമ്പോൾ പോലീസ് നോക്കുകുത്തിയായെന്നും ചന്ദ്രശേഖരൻ. ബലിപെരുന്നാൾ ദിനത്തിൽ ആര്യമ്പാവിൽ നടന്ന സംഘർഷങ്ങളിലോ സംഘടനകളിലോ CPM-ന് യാതൊരു പങ്കുമില്ലെന്ന് ഏരിയ സെക്രട്ടറി M. ചന്ദ്രശേഖരൻ. നടന്ന ചില സംഭവങ്ങൾ ചില ചാനലുകാരും ചില രാഷ്ട്രീയക്കാരും ചേർന്ന് CPM ലീഗ് സംഘടനമെന്നും സംഘർഷമെന്നും ഒക്കെ പ്രചരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. ഇത് അങ്ങേയറ്റം ഖേദകരവും ദുഃഖകരവുമാണ്. ഈ സംഭവങ്ങളുമായി CPM-ന് യാതൊരുവിധ ബന്ധവുമില്ല. വിശ്വാസികളായ മുസ്ലിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ദിവസമായ ബലിപെരുന്നാൾ ദിനത്തിലെ സംഭവത്തിൽ CPM-ന് വലിച്ചിഴച്ച് രാഷ്ട്രീയ നിറം കൊടുക്കാൻ ശ്രമിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഏറെക്കാലമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് ഇന്നലെ ഒരു വൃദ്ധനായ ഒരാളെ ലീഗുമായി ബന്ധമുള്ള ചിലർ മർദ്ദിച്ചതിന് അദ്ദേഹത്തിന്റെ മക്കളും കുടുംബാംഗങ്ങളും ചേർന്ന് അതിന്റെ പ്രതികരണമാണ് ഇന്നുണ്ടായത് എന്നറിഞ്ഞു. ഇത് ഇന്നേ ദിവസം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസവും ഈ സംഭവം നടന്ന് പള്ളിക്കടുത്തായി പോയി എന്നതും തികച്ചും അപലപനീയമാണ്. ഇത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമർഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന് CPM-മായി ഒരു ബന്ധവുമില്ല. ഇതിന് രാഷ്ട്രീയ നിറം നൽകരുത്. ഇത് രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടി ആരും തന്നെ ശ്രമിക്കുകയും ചെയ്യും. ഇത് അത്തരത്തിലുള്ള കാര്യമല്ല. പുരുഷന്മാരില്ലാത്ത വീടുകളിൽ കയറി അക്രമം നടത്തുക, സ്ഥാപനങ്ങൾ തല്ലിത്തകർക്കുക, തീയിടുക തുടങ്ങിയ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് നോക്കുകുത്തിയായി മാറുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. CPM ലീഗ് സംഘർഷമെന്ന് പ്രചരിപ്പിച്ച് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആരും തന്നെ ശ്രമിക്കരുത്. എന്നാൽ നാട്ടിലെ പല ഭാഗത്തു നിന്നും നിരവധി ആളുകളെ കൊണ്ടുവന്ന് വീടുകൾ ആക്രമിക്കുകയും 10 പകകൾ നശിപ്പിക്കുകയും തീയിടുകയും നിരപരാധികളായ ആളുകളെ ഉപദ്രവിക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായി മനസ്സിലാകുന്നു. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസുകാർ നോക്കുകുട്ടികളായി നോക്കി നിൽക്കുകയായിരുന്നു എന്നാണ് അറിയുന്നത്. പോലീസിന്റെ നിഷ്ക്രിയത്വമാണ് ഈ സംഭവങ്ങൾ
വളരെയധികം വഷളാക്കുന്നതിനും മൂർച്ഛിപ്പിക്കുന്നതിനും ഇടയായിട്ടുള്ളത് എന്നാണ് മനസ്സിലായത്. ഇത് വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. നാട്ടിൽ സമാധാനം നഷ്ടപ്പെട്ടാൽ സമാധാനം സ്ഥാപിക്കാൻ CPM-ന്റെ പ്രവർത്തകർ വേണ്ടിവന്നാൽ രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും. നാട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നതിന് CPM പ്രവർത്തകരെ രംഗത്തിറക്കേണ്ടി വന്നാൽ രംഗത്ത് ഇറക്കിയിട്ടാണെങ്കിലും നാട്ടിലെ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് CPM-ന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി അറിയിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരിക്കലും ഇത്തരം സംഭവങ്ങളെ വഷളാക്കുന്നതിനും അതുപോലെ തന്നെ ഇല്ലാത്ത നൽകിക്കൊണ്ട് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനും രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കുന്നതിനും സംഘർഷം ഉണ്ടാക്കുന്നതിനും സമാധാന അന്തരീക്ഷം കെടുത്തുന്നതിനും ആര് തന്നെ ശ്രമിച്ചാലും അത് വിലപ്പോവില്ലെന്ന് തെളിയിച്ചു കൊടുക്കാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് CPM-ന്റെ അഭിപ്രായം. ആര്യമ്പാവിലെ സംഘർഷത്തിന്റെ തുടർച്ച കുലിക്കിളിയാട് റോഡിലെ കുട്ടിഹസന്റെ തടിമിൽ തകർത്തു. ആര്യമ്പാവിൽ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയെന്നോണം ആര്യമ്പാവ് കുലിക്കിളിയാട് റോഡിലുള്ള പടുവിൽ കുട്ടിഹസന്റെ തടിമില്ലിനു നേരെ ആക്രമണം നടന്നു. ആക്രമണത്തിനെത്തിയവർ തടിമില്ലിന്റെ മുൻവശത്തുള്ള ഓഫീസ് മുറി അടിച്ചു തകർത്തു. പുറത്തുണ്ടായിരുന്ന മര ഉരുപ്പിടികൾക്ക് തീയിട്ടു. 1,00,000 ലക്ഷം രൂപ വില വരുന്ന അരക്കവാൾ കത്തിനശിച്ച നിലയിൽ കാണപ്പെട്ടു. പണി തീർത്തുവെച്ച കട്ടിൽ, അലമാറയുടെ ഭാഗങ്ങൾ തുടങ്ങിയവയ്ക്ക് കേടുപാടുകൾ ഉണ്ടാക്കി. വൈദ്യുതി മീറ്റർ, മേൽക്കൂര തുടങ്ങിയവയ്ക്കെല്ലാം കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തീ പടരും മുമ്പ് തീ കെടുത്താനായത് കനത്ത നാശനഷ്ടത്തിന് വഴിയൊരുക്കിയില്ല. കഴിഞ്ഞ രാത്രി പെയ്ത കനത്ത മഴയും സഹായമായി. ആര്യമ്പാവ് സെന്ററിലെ അരിയൂർ സർവീസ് സഹകരണ ബാങ്കിന് താഴെ പ്രവർത്തിക്കുന്ന ട്രാവൽ ഏജൻസിയുടെ ഓഫീസും മൊബൈൽ ഷോപ്പും തകർത്ത് തരിപ്പണമാക്കി. ദേശീയപാതയ്ക്കരികിൽ താമസിക്കുന്ന പടുവിൽ അബ്ദുൾ റസാഖിന്റെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. റോഡിൽ നിന്നും വലിയ കല്ലുമായെത്തിയ സംഘം ബലമുള്ള വാതിൽ ഇടിച്ചു തകർത്ത് അകത്തുകയറിയതായി പറയുന്നു. പുറത്തെ ചില്ലുകൾ ഒന്നൊഴിയാതെ എറിഞ്ഞുടച്ചിട്ടുണ്ട്. അകത്തുകയറി ടീപ്പോയും ഷോക്കേസും തകർത്തിട്ടുണ്ട്. കോമ്പൗണ്ടിനകത്ത് കിടന്ന കുട്ടികളുടെ 3 ചക്ര സൈക്കിളടക്കം തകർക്കപ്പെട്ട കൂട്ടത്തിൽ പെടുന്നു. അക്രമ സ്വഭാവമായി നീങ്ങിയ സംഘത്തിന് അകമ്പടി സേവിക്കുന്ന തരത്തിലാണ് പോലീസ് വന്നതെന്ന് വീട്ടിലുണ്ടായിരുന്നവർ അമർഷത്തോടെ പറയുന്നുണ്ടായിരുന്നു. പോലീസിൽ നിന്ന് ചിരിക്കാം. ചെറിയ മകള് പറഞ്ഞു ഈ 6 മാസം കാര്യങ്ങൾ എന്താ പറഞ്ഞു ഞങ്ങൾ എന്തെങ്കിലും ആൾക്കാർക്ക് കാട്ടാൻ പറ്റും. പിന്നെ എന്തെങ്കിലും വന്നു എന്താ പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അകത്ത് കയറിയിട്ട് ഈ പോലീസ് എല്ലാ പോലീസും നിങ്ങൾ അക്രമം വേണ്ട, അടിയായിട്ട് മിന്നും വേണ്ട. നിങ്ങൾ ചെങ്ങൈയുടെ അക്രമം കാട്ടുന്നുണ്ടാകുന്ന ഒരു നിയമപാതയിൽ അത് പൊതുവാണ്. സംഘടന. ഒരു ഇടവേള.